ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അട ഉണ്ടാക്കാൻ പോണ്. അതിന് നമ്മൾ ഇല പറിക്കാൻ വന്നതാണ്. ഇതിലെല്ലാം ഉണ്ടാക്കാറ് ശരിക്കും വാഴയിലയിലും പിന്നെ വേറൊരു ഇലയുണ്ട്, അതിലാണ് ഉണ്ടാക്കാറ്. ഇതിൻ്റെ പേരെന്താമ്മ? ഇലമംഗലമാണ്. ഇത് ബിരിയാണിയിലൊക്കെ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കില്ല സംഭവമാണ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങളുടെയൊക്കെ എന്താ ഇതിൻ്റെ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യുക. അതിലൊന്ന് കാണിച്ചിട്ട് നോക്കാം. ഇതാണ് ഗൈസ് ആ ഇല. ഈ ഇലയുടെ പേരെന്താണെന്ന് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളവിടെ എന്താ പറയുന്നത്? ഞങ്ങളുടെ എന്താ ഇലമംഗലമാണ് ഗൈസ്. നല്ല മണം. അപ്പോൾ ഞങ്ങളിത് പറിച്ചിട്ട് ഇതിലാണ് അട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് വരാം. ഇനി നമ്മുടെ വീഡിയോയിൽ പാറുണ്ട്, കൂടെ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്ന അമ്മുക്കുട്ടിയുമുണ്ട്. താങ്കൾ എന്ത് ചെടിയാണ് നട്ടിട്ടുള്ളത് ഇവിടെ? ഇത് ഞാൻ നട്ട ചെടിയാണല്ലോ. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇല യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഇലമംഗലത്തിൻ്റെ ഇലയാണ്. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഇലയാണ് ഗൈസ്. നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയും പിന്നെ തേങ്ങയാണ്. പിന്നെ ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി പൊടി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളം അത് നോർമൽ വാട്ടറിൽ പച്ചവെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഈ ഇലയിൽ അല്ലാണ്ട് ഞങ്ങൾ വാഴയിലും പിന്നെ ഒരു ഇല എന്താ മെയിൻ പ്ലാച്ചിയുടെ ഇല, വിഷുവിനൊക്കെ ഞങ്ങൾ ആ ഇലയിലായിട്ട് ഉണ്ടാക്കുക. ഒരു പ്ലാച്ചിയുടെ ഇല എന്ന് പറയും. ആ ഇലയിലും വാഴ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഈ ഇലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മണമാണ്. അപ്പോൾ അതുപോലെ തന്നെ അട ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അധികം വലിപ്പം ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള അടയൊക്കെ ആയിരിക്കും ഇപ്പോൾ കിട്ടുക. ബാക്കി കാര്യങ്ങളൊക്കെ നോർമലി അട ഉണ്ടാക്കണ പോലെ തന്നെ അല്ലേ. അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുക്കണം. വറുത്ത അരിപ്പൊടി എടുക്കണം, അല്ലെങ്കിൽ വറുക്കണം അല്ലേ. അല്ലാത്ത അരിപ്പൊടി ആണെങ്കിൽ, നോർമൽ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ വറുത്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണം. പിന്നെ ഇത് അടയോടൊക്കെ ഈ റെസിപ്പിയൊക്കെ അറിയണവർക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ബാറ്റർ റെഡി ആയിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ബാറ്റർ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടോ ആവശ്യം. ഇനി നമുക്ക് ഇലയിലൊന്നും തടവണ്ടല്ലോ. നോർമലി ആ ഇലയിൽ തന്നെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വെള്ളം ഇങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. വീഡിയോ എടുക്കുമ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ക്ലിയർ ഒന്നും ആയിരിക്കില്ല, കാരണം മൈക്കൊന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. സോ എല്ലാവരും ക്ഷമിക്കണം. തേങ്ങയിൽ എന്താ മിക്സ് ചെയ്തത്? ഏലക്ക മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് മിക്സ് ചെയ്തിട്ടല്ലേ അപ്പോൾ ഇട്ടുണ്ട് ആണെങ്കിലൂടെ അല്ലേ. പിന്നെ നമ്മൾ വേറെ ആക്കില്ലേ, എന്താണ് ഈ
തേങ്ങയും ശർക്കരയും കൂടെ വിളയിച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഇതും ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഇനി കാണാം. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഈർക്കളൊന്നും കുത്തേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ വെച്ചാൽ മതിയില്ലമ്മ. ഇതാ അങ്ങനെ വെച്ചിട്ട് ഇനി എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കണ്ടത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചിട്ട് വയ്ക്കുക. ഇതുപോലെ വെച്ചെടുക്കുക. ഇനി എല്ലാം ആവി കയറ്റി എടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുള്ള നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് വയ്ക്കാമോ? ഇത്തിരി നീക്കി വയ്ക്കുമ്പോൾ കാണില്ല. നല്ല ചൂടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിട്ട് വരും കേട്ടോ അതിലേന്ന്. അപ്പോൾ ഇത് ചൂടുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അട. ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ നേരെ കിട്ടും കേട്ടോ. നല്ല മണം, നല്ല അടിപൊളി മണം കേട്ടോ. ചൂടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ഐറ്റമാണ്. കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവിടെ മണക്കാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ബൈ.